ഹായ്, അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഒരു പോയിന്റ് നോക്കിയിരുന്നു പ്രൊഫഷണൽ പ്ലേയേഴ്സിനെ കോപ്പി ചെയ്യുന്ന ഒരുപാട് ജൂനിയർ ക്രിക്കറ്റേഴ്സിനെ കുറിച്ച്. സോ ഇന്ന് ഈ വീഡിയോയിലും നമ്മൾ അത് തന്നെയാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത് ബോളേഴ്സിനെ കോപ്പി ചെയ്യുന്ന ബുംറയെ പോലുള്ള റഷീദ് ഖാനെ പോലുള്ള ആളുകളുടെ ആക്ഷൻസ് കോപ്പി ചെയ്യുന്ന കുട്ടികളുടെ കാര്യമാണ് സംസാരിച്ചത്. സോ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൂര്യകുമാർ യാദവിനെ പോലെയും മാക്സ്വെല്ലിനെയൊക്കെ പോലുള്ള ഒരുപാട് ബാറ്റേഴ്സിനെ കോപ്പി ചെയ്യുന്ന കുറെ പ്ലേയേഴ്സ് ഉണ്ട്. അത് ജൂനിയർ ക്രിക്കറ്റിലും മാത്രമല്ല സീനിയർ ക്രിക്കറ്റിലും ഉണ്ട്. സോ അങ്ങനെയുള്ളവരെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ പ്ലേയേഴ്സ്, ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ ബാറ്റേഴ്സിനെ പോലുള്ളവര് ബാറ്റിംഗ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിച്ച് അവർ പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നല്ലൊരു ലെവലിലേക്ക് എത്തുന്നതിന് മുന്നേ ഇവരെല്ലാവരും ബേസിക്സ് കറക്റ്റ് ചെയ്ത് പഠിച്ചിട്ടാണ് ഇവർ കളിക്കുന്നത്. ഈ ബേസിക്സ് ക്ലിയർ ആക്കാതെ പുതിയ പുതിയ ഷോട്ടുകൾ ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ബേസിക്സിനെ ഒരുപാട് ബാധിക്കും. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു നല്ല ലെവൽ ഓഫ് ഇന്നിങ്സ് കാഴ്ചവെക്കാനായിട്ട് നമുക്ക് പറ്റില്ല. കാര്യം നല്ല ലെവലിലേക്ക് നമുക്ക് റൺ അടിക്കാനായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ബേസിക്സ് വർക്ക് ചെയ്യുക. ബേസിക്സിലാണ് ഈ കളിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് ഇരിക്കുന്നത്. സോ ബേസിക്സ്, നമ്മളിപ്പോൾ ഒരു വീട് കെട്ടുമ്പോൾ നമ്മൾ തറ സ്ട്രോങ് അല്ലാതെ നമ്മൾ വീട് കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര നല്ല രീതിയിൽ പണിഞ്ഞാലും അത് പൊളിയാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയും. അതുപോലെ തന്നെയാണ് ക്രിക്കറ്റിൽ ബാറ്റിങ്ങിൽ ബേസിക്സ് നിങ്ങൾ ആദ്യം പഠിക്കുക. ബേസിക്സ് പഠിപ്പിക്കുമ്പോൾ എപ്പോഴും, അത് ജൂനിയറിലായാലും സീനിയറിലായാലും, ബേസിക്സ് പഠിപ്പിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ആദ്യം പഠിപ്പിക്കുക വെർട്ടിക്കൽ ഷോട്ട്സ് ആയിരിക്കും. വെർട്ടിക്കൽ ഷോട്ട്സ് നിങ്ങൾ കോൺഫിഡൻ്റ് ആയി കഴിയുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് റൺസ് എക്സ്ട്രാ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ ഷോട്ട്സും നമ്മൾ പഠിക്കുന്നതായിരിക്കും. സോ ഇത് രണ്ടും പഠിച്ചതിന് ശേഷം നമ്മൾ ബേസിക്സിന്റെ എല്ലാ ഷോട്ട്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഫുള്ളി കോൺഫിഡൻ്റ് ആയി കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതുപോലുള്ള വ്യത്യസ്തമായ ഷോട്ടുകൾ നമ്മൾ നമ്മുടെ കളിയിൽ അപ്ലൈ ചെയ്യാൻ നോക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ബേസിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇതുപോലുള്ള ഷോട്ടുകൾ കളിക്കാനും അതിൽ നല്ല റിസൾട്ട് കൊണ്ടുവരാനും നിങ്ങൾക്ക് പറ്റും. സോ അപ്പോൾ ഇപ്പോഴും നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, ബേസിക്സ് ബെറ്റർ ആക്കാൻ നോക്കുക. ബേസിക്സ് ഫുള്ളി കോൺഫിഡൻ്റ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ എക്സ്ട്രാ ഉള്ള അഡീഷണൽ ഷോട്ട്സ് നിങ്ങളുടെ കളിയിലേക്ക് അപ്ലൈ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും പറ്റും, ഇതുപോലുള്ള ഷോട്ട്സ് കളിക്കാനും പറ്റും. ഇത് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളൊരു കോച്ചിന്റെ സജഷൻ ഇല്ലാതെ നിങ്ങളുടെ കളിയിൽ അപ്ലൈ ചെയ്യരുത്. ഓരോ ടെക്നിക്കും ഓരോ പ്ലേയേഴ്സ് കളിക്കുന്നതിന് വ്യക്തമായ അതിന് ശ്രദ്ധിക്കേണ്ട ഒരുപാട് പോയിന്റും കാര്യങ്ങളും ഉണ്ട്. സോ ആ പോയിന്റുകളെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ ഇതുപോലുള്ള ഷോട്ട്സ് കളിക്കേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പെർഫോമൻസ് ബെറ്റർ ആക്കാനായിട്ട് ഈ ഷോട്ട്സ് കൊണ്ട് പറ്റുള്ളൂ. സോ അടുത്ത തവണ നിങ്ങൾ ഈ ഷോട്ട്സ് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു കോച്ചസിന്റെ സജഷൻസ് എടുത്ത് ചെയ്യാൻ നോക്കുക. സോ ഇത് നിങ്ങൾ കളിയിൽ അപ്ലൈ ചെയ്യുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. സോ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ബൈ.